ദീർഘകാലം MLA ആയ കെ ബാബു ഇല്ലെങ്കിലും ഇത്തവണ ശക്തമായ പോരാട്ടമാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടക്കുന്നത്. LDF-ന്റെ KN ഉണ്ണികൃഷ്ണനും UDF-ന്റെ ദീപക് ജോയിയും NDA-യുടെ അഞ്ജലി നായരുമാണ് കളത്തിലുള്ളത്. UDF മണ്ഡലം നിലനിർത്തുമോ? മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷത്തിനാകുമോ? NDA അത്ഭുതം കാണിക്കുമോ? ഇതാണ് മണ്ഡലത്തിലെ പ്രധാന രാഷ്ട്രീയ ചോദ്യങ്ങൾ. മണ്ഡലത്തിലെ ഗ്രൗണ്ട് സീറോ റിയാലിറ്റി പരിശോധിക്കാം. വരൂ, നമുക്ക് തൃപ്പൂണിത്തുറ മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കാം. UDF സ്ഥാനാർത്ഥി ദീപക് ജോയ്, ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ഉണ്ണികൃഷ്ണൻ, NDA സ്ഥാനാർത്ഥി 2020-യുടെ അഞ്ജലി നായർ. മൂന്ന് മുന്നണികളുടെയും തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇവരാണ്. തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചരിത്രം നമുക്കറിയാം. 2011-ൽ കെ ബാബു ഇവിടെ നിന്ന് MLA ആയി. 2016-ൽ M സ്വരാജ് അട്ടിമറിച്ച് ജനപ്രതിനിധിയായി. അതിനുശേഷം 2021-ൽ വീണ്ടും കെ ബാബു ജയിച്ചു കയറിയ മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയിലെ മാർക്കറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പെസഹ വ്യാഴമായതുകൊണ്ട് തന്നെ സാധാരണയുള്ളൊരു തിരക്ക് ഈ മാർക്കറ്റിൽ കാണാനില്ല. പക്ഷേ എന്നാലും ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഈ മാർക്കറ്റിലുള്ള ആളുകളോട് ചോദിക്കാം, അവർ തെരഞ്ഞെടുപ്പ് ഈ പ്രചാരണം കൊഴുക്കുമ്പോൾ അവർ ഏതുവരെ എത്തിയിട്ടുണ്ടല്ലോ. ചേച്ചി ഇലക്ഷനൊക്കെ അടുത്തല്ലോ, വോട്ട് ചെയ്യുമല്ലോ അല്ലേ? വോട്ടൊക്കെ ചെയ്യും. എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി? ഇവിടുത്തെ സ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ പറയാ, ആര് ഭരിച്ചാലും നല്ല ഇത് ആകണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഭരണം വേണം. ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ ചേച്ചി മനസ്സിൽ അത് നമ്മൾ ചെയ്തോളും. മനസ്സിൽ റെഡി ആയിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കി വെച്ചു. ആർക്കവിടെ ജയസാധ്യത? വിജയസാധ്യത ഉണ്ണിയേട്ടന്. ശരി, ഓക്കെ. ഈ ചേട്ടനോട് ചോദിക്കട്ടെ, ചേട്ടാ ഇലക്ഷൻ എങ്ങനെയാണ് ഇവിടെ? UDF ട്രെൻഡാണ് സാധ്യത. എന്താ ശരിക്കും ഇവിടുത്തെ ഒരു പ്രധാന വിഷയം? ഇവിടെ പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏരിയ തിരിച്ചാണ് ഇവിടെ വോട്ട്. അതായത് ഒരു സെറ്റ് ഓഫ് LDF ഉണ്ട്, ഒരു സൈഡിൽ UDF ഉണ്ട്, എന്നാൽ നടുക്കെടുത്ത് കഴിഞ്ഞാൽ BJP ആണ്. വോട്ട് ചെയ്യൂലല്ലോ എന്തായാലും? വോട്ട് ചെയ്യും. ചേച്ചി ഓടരുത് ചേച്ചി, അത് സാരമില്ല, ഇലക്ഷൻ അല്ലേ ചേച്ചി. വാ. അല്ല ഇലക്ഷൻ വോട്ട് ചെയ്യില്ലേ? അതൊക്കെ ചെയ്യും. ആർക്കാ സാധ്യത ഇവിടെ? എനിക്ക് ഇവിടുത്തെ അറിയാമല്ലോ, തലയിലപ്പുറം. അപ്പൊ വോട്ട് ഇവിടെയല്ല, പക്ഷെ വോട്ട് ചെയ്യുമല്ലോ അല്ലേ? ശരി, അപ്പൊ ഓക്കെ. അപ്പോ എക്സ്ക്യൂസ് മീ, ഇലക്ഷൻ ആണല്ലോ, വോട്ടില്ലേ ഇവിടെ? ആര് ജയിക്കും എന്നാണ് കരുതുന്നത്? ഇങ്ങനെ നമ്മൾ പറയാൻ മുൻകൂട്ടി പറയണ്ട. അപ്പോ പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം? ഇപ്പൊ താങ്കൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്ത് കാര്യം ആലോചിച്ചിട്ടായിരിക്കും വോട്ട് ചെയ്യാൻ? അത് പറയാലോ. മനസ്സിലൊരു സ്ഥാനാർത്ഥി ഉണ്ട്, അവര് ജയിക്കണമെന്നുള്ള ഒരു ഇതാണല്ലോ. മനസ്സിൽ സ്ഥാനാർത്ഥിയുണ്ട്, ചിഹ്നവും ഉണ്ട്, മുന്നണിയും ഉണ്ട് അല്ലേ? അത് ഉറച്ച വോട്ടാണ്. ശരി, താങ്ക് യു. ഇതാണ് തൃപ്പൂണിത്തുറയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പഴയ പോലെ ഉള്ള ഒരു തിരക്ക്, അല്ലെ? സാധാരണ ഉള്ളതുപോലെ ഒരു തിരക്ക് ഇവിടെ ഇല്ല. എങ്കിലും എല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ചിലർ ഇവിടുത്തുകാരാണ്, ചിലർ പല ആവശ്യങ്ങൾക്കായിട്ട് തൃപ്പൂണിത്തുറയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഏതായാലും തൃപ്പൂണിത്തുറയിലെ മത്സര ചിത്രത്തിന്റെ ഒരു സവിശേഷത 2021-ൽ വൈപ്പിനിൽ ഉണ്ടായിരുന്ന UDF LDF സ്ഥാനാർത്ഥികളാണ് തൃപ്പൂണിത്തുറയിൽ ഇത്തവണ ഏറ്റുമുട്ടുന്നത് എന്നതാണ്. NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് 2020-യുടെ അഞ്ജലി നായർ മത്സര രംഗത്തുണ്ട്. മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ആളുകളോട് വോട്ട് ചോദിക്കുന്നത്. തൃപ്പൂണിത്തുറയിലെ വികസനം തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നാണ് കുറച്ച് ആളുകളോടെങ്കിലും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും എന്തായിരിക്കും തൃപ്പൂണിത്തുറയുടെ ജനവിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.